മോനാച്ച PN പണിക്കർ സ്മാരക ഗ്രന്ഥവേദി ആൻഡ് വായനശാല മഴക്കാല ആരോഗ്യ പരിപാലന ബോധവൽക്കരണ ക്ലാസും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി PV ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. മോനാച്ച PN പണിക്കർ സ്മാരക ഗ്രന്ഥവേദി ആൻഡ് വായനശാല മഴക്കാല ആരോഗ്യ പരിപാലന ബോധവൽക്കരണ ക്ലാസും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ഗ്രന്ഥവേദിയിൽ വെച്ചാണ് പരിപാടി നടന്നത്. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി PV ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. പൂരക്കളി മറുത്തുകളി എന്നീ സംഭവം ഒരുപക്ഷെ പൂരക്കളി മറുത്തുകളി രണ്ട് തന്നെയാണ്. അതായത് മറുത്തുകളിയിലാണോ അല്ല പൂരക്കളിയിലാണോ അവാർഡ് അറിയില്ല. പൂരക്കളി തന്നെ. അപ്പോൾ മറുത്തുകളി പണിക്കർ ശ്രീ മോഹൻ സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം പൂരക്കളി മറുത്തുകളി രണ്ട് തന്നെയാണ്. പക്ഷെ രണ്ട് പരസ്പര പൂരകം തന്നെയാണ്. പൂരക്കളി എന്നുള്ളത് പ്രധാനമായിട്ടും നമുക്കറിയാം തീയ, യാദവ, അതുപോലെ തന്നെ മുഖയ, ശാരിയ വിഭവത്തിൽപ്പെട്ട ഈ പൂരോത്സവ നാളുകൾ മീനമാസത്തിലെ കാർത്തിക മുതൽ ഏകദേശം ഒരാഴ്ചക്കാർ, പ്രത്യേകിച്ച് അതിനു മുമ്പ് തന്നെ പല പ്രധാനപ്പെട്ട തീയ ക്ഷേത്രങ്ങളിലൊക്കെ പൂരക്കളി പണിക്കാരെ കൂട്ടിക്കൊണ്ടുവരുന്ന പൂരക്കളി തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് വടക്കേ മലബാറിൽ, പ്രത്യേകിച്ച് നമ്മൾ ചന്ദ്രഗിരി പുഴക്കും അതുപോലെ തന്നെ വള്ളോട്ടണം പുഴക്കും ഇടയിലുള്ള ഒരു വലിയൊരു പ്രദേശത്ത് ഈ പൂരക്കളി എന്നുള്ള ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു നാടൻ കലാരൂപം അവതരിക്കപ്പെടുന്നത്. കുടുംബാരോഗ്യ കേന്ദ്രം മടിക്കൈ ഹെൽത്ത് ഇൻസ്പെക്ടർ PT മോഹനൻ പണിക്കർ വിഷയാവതരണം നടത്തി. കേരള പൂരക്കളി അക്കാദമി അവാർഡ് ജേതാവ് K സുരേഷൻ, JC ഡാനിയൽ എക്സലൻസി അവാർഡ് ജേതാവ് ദാമോദരൻ മോനാച്ച, സംസ്ഥാന അബാക്കസ് ചാമ്പ്യൻ ദേവനന്ദ് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. TV മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. P ബാലകൃഷ്ണൻ സ്വാഗതവും രവി കണ്ണോത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.